A to Zന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ നുറുങ്ങു വിദ്യകളുമായി വീണ്ടും ഞാൻ A to Z ലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ എങ്ങനാ തുടങ്ങുമല്ലേ? തൊഴിലിന്റെ മഹത്വത്തെയും തൊഴിലാളികളുടെ ആവശ്യങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു തൊഴിലാളി ദിനം കൂടി കടന്നുപോയി. പക്ഷെ എന്തിനാണ് മെയ് 1 തൊഴിലാളി ദിനമായി ആചരിക്കുന്നതെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? അറിയാത്തവർക്കായി പറഞ്ഞു തരാം. ലോകമെമ്പാടുമുള്ള തൊഴിലാളികളുടെ ദിനമായിട്ടാണ് മെയ് ദിനം അഥവാ തൊഴിലാളി ദിനം ആചരിക്കുന്നത്. അന്താരാഷ്ട്ര തൊഴിലാളി ദിനം എന്നും ഇത് അറിയപ്പെടുന്നു. 8 മണിക്കൂറാക്കി ജോലി സമയം കുറച്ചതിന്റെ സ്മരണയ്ക്കായിട്ടാണ് മെയ് ദിനം ആചരിക്കുന്നത്. 1886 അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ഹെയ് മാർക്കറ്റ് കൂട്ടക്കൊലയുടെ സ്മരണയ്ക്കായാണ് മെയ് 1 തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. സമാധാനപരമായി യോഗം ചേരുകയായിരുന്ന തൊഴിലാളികൾക്ക് നേരെ ഒരു അജ്ഞാതൻ ബോംബെറിയുകയും ഇതേ തുടർന്ന് പ്രകോപിതരായ പോലീസുകാർ തൊഴിലാളികൾക്ക് നേരെ വെടിവെക്കുകയും ചെയ്തു. നിരവധി പോലീസുകാർക്കും തൊഴിലാളികൾക്കും ഇതേ തുടർന്ന് ജീവൻ നഷ്ടമായി. 1904 ആംസ്റ്റർഡാമിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിന്റെ വാർഷിക യോഗത്തിലാണ് 8 മണിക്കൂറായി തൊഴിൽ സമയം പുനർനിശ്ചയിച്ചത്. ഇതിന്റെ സ്മരണയ്ക്കായിട്ടാണ് മെയ് 1 തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. ബ്രിട്ടീഷ് ആക്ടറും മോഡലുമായ ജെയ്മി ഡോർണർ, ബോളിവുഡ് ആക്ട്രസായ അനുഷ്ക ശർമ്മ തുടങ്ങിയ പ്രശസ്തരും മെയ് 1 ജനിച്ചത്. ജോസഫ് എഡിസൺ എന്ന് കേട്ടിട്ടുണ്ടോ? 8ാം നൂറ്റാണ്ടിലെ പോയറ്റും ഓതറും പ്ലേ റൈറ്ററും പൊളിറ്റീഷ്യനും ഒക്കെ ആയിട്ടുള്ള ജോസഫ് എഡിസണും മെയ് 1 ജനിച്ചത്. ലോക്ക്ഡൗൺ കാലം നമ്മുടെ സർഗാത്മകത പുറത്തെടുക്കാൻ പറ്റിയ കാലമാണല്ലേ? സത്യത്തിൽ ഈ സമയത്താണ് നമ്മുടെ ഉള്ളിലെ കഴിവ് നമ്മൾ പലതും തിരിച്ചറിയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവനന്തപുരം പെരിങ്ങമല സ്വദേശിയായിട്ടുള്ള അജയ് ചേട്ടന്റെ കുടുംബത്തെയാണ്. ഈ ലോക്ക്ഡൌൺ കാലത്ത് സ്വന്തമായ ഒരു മ്യൂസിക്കൽ ആൽബം തയ്യാറാക്കിയിരിക്കുകയാണ് അജയ് ചേട്ടനും കുടുംബവും. ക്രിയേറ്റീവ് മ്യൂസിക് എന്ന തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഗാനം പുറത്തുവിട്ടിരിക്കുന്നത്. +1 വിദ്യാർത്ഥിയായ അജയ് ചേട്ടന്റെ മകൻ അർജുനാണ് ഈ ഗാനത്തിൽ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിരിക്കുന്നത്. ആലപിച്ചിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ അജയ് ചേട്ടന്റെ മകൾ ആർച്ചയാണ്. കൃഷ്ണ ജനാർദ്ദന എന്ന ഗാനം കണ്ടിട്ട് മടങ്ങിയെത്താം. നമസ്കാരം. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗാനം ചെയ്തിട്ടുണ്ട്. കൃഷ്ണ ജനാർദ്ദന എന്ന് പറഞ്ഞ യൂട്യൂബിലൊക്കെ വളരെ ഹിറ്റായ ഒരു ഗാനമാണ്. അതിൻ്റെ ഒരു റീമിക്സ് വെർഷൻ, അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് മകൻ അർജുനാണ്. പാടിയത് മകൾ ആർച്ചയാണ്. അതിലെ ക്യാമറയും എഡിറ്റിങ്ങും സൗണ്ട് മിക്സും ചെയ്തത് ഞാനാണ്. അതിനൊപ്പം നമ്മുടെ ഷൂട്ടിനൊപ്പം എല്ലാ കോർഡിനേഷനും തന്നത് വൈഫ് ജയശ്രീയാണ്. നിങ്ങൾക്കായി ഞങ്ങളിത് സമർപ്പിക്കുന്നു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. Krishna Madhusudana, Yedu
ടൂസിലൊരു ചെറിയ ബ്രേക്ക്. അജയ് ചേട്ടൻ്റെ കലാകുടുംബത്തെ നിങ്ങൾ കണ്ടില്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അയാന അൻവിൻ എന്ന കൊച്ചുമിടുക്കിയാണ്. ആക്കുളം ഗുഡ് ഷെപ്പേർഡ് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അയാന. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയാണെന്ന് അറിഞ്ഞപ്പോൾ കക്ഷിക്ക് പനീർ ബൺ സാൻഡ്വിച്ച് മതി. പക്ഷേ കക്ഷി അമ്മയെ ബുദ്ധിമുട്ടിക്കാനൊന്നും നിന്നില്ല കേട്ടോ. അമ്മ എല്ലാത്തിനും ഒന്ന് മേൽനോട്ടം വഹിച്ചാൽ മതി, ബാക്കി കാര്യം താനേറ്റു എന്നായി. ഹലോ, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലെ കിച്ചണിലാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം മുട്ടക്കറിയായിരുന്നു. എനിക്കൊരു മൂഡില്ലായിരുന്നു അത് കഴിക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചാലോന്ന്. ഞാനത് എൻ്റെ അമ്മയോട് പറഞ്ഞപ്പം അമ്മ വാസ് സോ ഹാപ്പി ആൻഡ് അമ്മ ടോൾഡ് ദാറ്റ് അമ്മ വിൽ ഓൾസോ ഹെൽപ്പ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്, പനീർ ബൺ സാൻഡ്വിച്ച് ഉണ്ടാക്കിയല്ലോ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പനീർ ബൺ സാൻഡ്വിച്ചിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന പനീർ, ഒരാൾക്കുള്ള സാൻഡ്വിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് പനീർ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ടൊമാറ്റോ പേസ്റ്റ്, കുറച്ച് സോൾട്ട്, ഗരം മസാല, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ബണ്ണിന് പകുതിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, കുറച്ച് ബട്ടർ, പിന്നെ ക്യാരറ്റ്, കുക്കുംബർ, കൊറിയാണ്ടർ ലീവ്സ്, ഓണിയൻ, ചീസ് ഗ്രേറ്റ് ചെയ്തത്. പിന്നെ നമുക്ക് പനീർ തയ്യാറാക്കാം. ബന്നും പനീർ ക്യൂബ്സും ഉണ്ടെങ്കിൽ എത്ര എളുപ്പത്തിൽ ഇത് വീട്ടിൽ പരീക്ഷിക്കാം അല്ലേ? വെജിറ്റബിൾസ് ഇട്ടതുകൊണ്ട് തന്നെ കളർഫുള്ളുമാണ്, ഹെൽത്തിയുമാണ്. ഞാൻ എന്തായാലും ഇത് പരീക്ഷിക്കും. ഉറപ്പായിട്ടും നിങ്ങൾ അയാനക്കുട്ടിയുടെ സ്പെഷ്യൽ ഡിഷ് പരീക്ഷിക്കണം. ഇനി ഇന്നത്തെ ഇൻസ്ട്രുമെന്റ് സെഷനിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പരിചയപ്പെട്ടത് തബലയും വയലിനും ഒക്കെയാണ്. പക്ഷെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹാർമോണിയമാണ്. സംഗീത അധ്യാപകനായ മാവേലിക്കര സ്വദേശി ഷിബിൻ കൃഷ്ണൻ സാറാണ് നമുക്ക് വേണ്ടി ഇന്ന് ഹാർമോണിയം പരിചയപ്പെടുത്താൻ പോകുന്നത്. നമസ്കാരം, ഞാൻ ഷിബി കൃഷ്ണൻ, സ്വദേശം മാവേലിക്കര, പ്രൊഫഷണൽ സിംഗറാണ്, മ്യൂസിക് ടീച്ചറാണ്, കൂടെ മ്യൂസിക് കമ്പോസിങ്ങുമുണ്ട്. ഇന്ന് നമുക്ക് ഹാർമോണിയം എന്ന ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം. ഹാർമോണിയത്തിൻ്റെ ജന്മദേശം ഫ്രാൻസാണ്. ഫ്രാൻസിൽ 1840 അലക്സാണ്ട്രെ ഡിബെയിൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഹാർമോണിയം ലോകത്തിന് പരിചയപ്പെടുത്തിയത്. പണ്ടുകാലങ്ങളിൽ കർണാടക സംഗീത കച്ചേരികളിൽ വയലിൻ വരുന്നതിന് മുമ്പ് ഹാർമോണിയമായിരുന്നു പക്കവാദ്യമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വയലിൻ്റെ വരവോടുകൂടിയാണ് ഹാർമോണിയം കച്ചേരികളിൽ നിന്ന് പ്രത്യക്ഷമാകുന്നത്. എന്നിരുന്നാലും ഹിന്ദുസ്ഥാനി കച്ചേരികളിലും ഗസലുകളിലും അതുപോലെ ഭജൻസിലുമെല്ലാം ധാരാളമായി ഹാർമോണിയം ഉപയോഗിക്കുന്നുണ്ട്. സിനിമാ ഗാനങ്ങളിലും ഹാർമോണിയം ഒരുപാട് ഗാനങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹാർമോണിയത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. പ്രധാനമായിട്ടും ഫ്രെയിമുണ്ട്, കീസ്, റൈറ്റ് ആൻഡ് ബാക്ക് കീസ്, ബെല്ലോസ്, സൗണ്ട് ഹോള്, സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബെല്ലോസിൽ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുമ്പോൾ അതിനുള്ളിൽ സൗണ്ട് റീഡിൽ ചെന്ന് വായു തട്ടിയാണ് സൗണ്ട് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഹാർമോണിയം യൂസ് ചെയ്തിട്ടുള്ള 1-2 സിനിമാ ഗാനങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ജോൺസൺ മാഷിൻ്റെ പ്രശസ്തമായ മധുരം ജീവാമൃതമുണ്ട് എന്ന പാട്ടിലെ ആദ്യം ഹാർമോണിയം വായിച്ചിട്ടുണ്ട്. അത് നമുക്ക് കേൾക്കാം.
മധുരം ജീവാമൃതബിന്ദു ഹൃദയം പാടും ലയസിന്ധു മധുരം മറ്റൊരു ഗാനം ഓർമ്മ വരുന്നത് രവീന്ദ്രൻ മാസ്റ്ററുടെ പ്രശസ്തമായ ഹരിമുരളീരവം എന്ന ഗാനത്തിൽ ഹാർമോണിയം ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി A to Z ഒരു ചെറിയ ബ്രേക്ക്. നമ്മൾ അറിയുന്ന കലാകാരന്മാരെക്കാൾ കൂടുതൽ ലോകത്ത് ആരാലും അറിയപ്പെടാത്ത നിരവധി കലാകാരന്മാരുണ്ട്. സത്യത്തിൽ ഇവർക്കൊക്കെ അംഗീകാരം കൊടുക്കുമ്പോഴാണ് കലയ്ക്ക് തന്നെ നമ്മൾ അംഗീകാരം കൊടുക്കുന്നത്, അല്ലേ? സംഗീതവും ഭാഷയും സാർവത്രികമാണ്. മനുഷ്യൻ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം അവയും ഉണ്ടാകും. സംഗീതം സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ കാതോർക്കും, അല്ലേ? കാതോർക്കാം മനോഹരമായൊരു ശബ്ദമാധുരിക്ക്. നമസ്കാരം, ഞാൻ സനൽകുമാർ പോത്തങ്കോട് സ്വദേശിയാണ്. സംഗീതത്തിൽ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മോഹനരാഗത്തെക്കുറിച്ചാണ്. മോഹനരാഗം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക്, അതായത് ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു രാഗം എന്ന് പറയുന്നത് മോഹനരാഗമാണ്. അതുകൊണ്ട് തന്നെ രാമായണം വായിക്കുമ്പോഴും ഭാഗവതം വായിക്കുമ്പോഴും ഒക്കെ വായനക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാഗവും മോഹനരാഗമാണ്. മോഹനരാഗത്തിൽ ആരോഹണ അവരോഹണ ക്രമം എന്ന് പറയുന്നത് സരിഗ പധ സ സാദാ പഗരേ സ. 28ാമത് മേളകർത്താ രാഗമായ മോഹനത്തിന് ഷഡ്ജം സാധാരണ ഷഡ്ജമാണ്. ഋഷഭം ചതുരസ്ര ഋഷഭമാണ്. ഗാന്ധാരം അന്തരഗാന്ധാരം. പഞ്ചമം സാധാരണ പഞ്ചമം തന്നെയാണ്. ദൈവതം എന്ന് പറയുന്നത് ചതുശ്രുതി ദൈവതമാണ്. സർവകാലിക രാഗമായ മോഹനത്തിൽ ഒത്തിരി സിനിമാ ഗാനങ്ങളും കീർത്തനങ്ങളും ഉണ്ട്. മോഹനരാഗത്തിൽ ഒത്തിരി സിനിമാ ഗാനങ്ങൾ ഉണ്ടെങ്കിലും ദേവരാജ മാസ്റ്റർ അതിമനോഹരമായിട്ട് സംഗീതം ചെയ്ത നിഴലാട്ടം എന്ന സിനിമയിൽ സ്വർഗപുത്രീ അവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രീ നവരാത്രി. അതുപോലെ പകൽക്കിനാവ് എന്ന സിനിമയിൽ ചിദംബരനാഥ് മനോഹരമായി സംഗീതം ചെയ്ത ഒരു ഭക്തിഗാനമാണ്. കേശാദിപാദം തൊഴുന്നേ കേശവ കേശാദിപാദം തൊഴുന്നേ. അത് കേട്ടിട്ടില്ലാത്ത ആൾക്കാർ വിരളമാണ്. അതുപോലൊരു സിനിമാ ഗാനമുണ്ട്. ദേശാടനം എന്ന സിനിമയിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി
രചിച്ച് സംഗീതം ചെയ്ത അതിമനോഹരമായിട്ടുള്ള ഒരു ഗാനം. കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ, ഒരു നോക്കു കാണുവാനും ആത്മാവു തേങ്ങുന്നല്ലോ. തഴുകുന്ന തിരമാലകളെ, ചിരിക്കുന്ന പൂക്കളെ, തഴുകുന്ന തിരമാലകളെ, ചിരിക്കുന്ന പൂക്കളെ, അറിയില്ല നിങ്ങൾക്കെന്തേ അടങ്ങാത്ത ജന്മദുഃഖം. സംഗീത വിദ്യാർത്ഥികൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്, നമ്മൾ പഠിക്കുമ്പോൾ ഗീതത്തിൽ ഒരു മോഹനരാഗത്തിലൊരു ഗീതമുണ്ട്. മുത്തുസ്വാമി ദീക്ഷിതർ കൃതിയായ രൂപക താളത്തിൽ ഉള്ള വരവീണ എന്നുള്ള കൃതി. വരവീണ മൃദുപാണി വനരുഹലോചന റാണി സുരുചിരബം ഹരവേണി സുരനുദ കല്യാണി. ഇത് മോഹനരാഗത്തിൽ ചിട്ടപ്പെടുത്തിയതാണ്. അതേമാതിരി വർണ്ണത്തിലും ഒരു കൃതിയുണ്ട്. ശ്രീനിവാസ അയ്യങ്കാരുടെ ഒരു കൃതിയാണ് മോഹനരാഗത്തിൽ. അത് ആദിതാളത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നിന്നു കോരിയോ എന്നുള്ള വർണ്ണം ഇതും മോഹനരാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മോഹനരാഗത്തിൽ ഒത്തിരി സിനിമാ ഗാനങ്ങളും ശാസ്ത്രീയ ഗാനങ്ങളും ഉണ്ടെങ്കിലും വിരലിൽ എണ്ണാവുന്ന ചില ഗാനങ്ങൾ മാത്രമേ ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുള്ളൂ. മറ്റ് വിശേഷങ്ങളുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം. തിരുവനന്തപുരം കീഴാവൂർ സ്വദേശിയായ സനൽകുമാർ എന്ന ഗായകനാണ് നമുക്ക് വേണ്ടി ഇന്ന് മോഹനഗാനം ആലപിച്ചത്. സംഗീതത്തിന്റെ താളപ്പൊരുത്തവും ഇമ്പമാധുര്യവും കൂടി ചേർന്നപ്പോൾ നല്ലൊരു സംഗീത വിരുന്ന് തന്നെയാണല്ലേ നമുക്ക് ലഭിച്ചത്. ഇനി അടുത്തത് കളിക്കളത്തിനുള്ള സമയമാണ്. മലയാളികൾ മറന്നുപോയ നൊസ്റ്റാൾജിക് ഫീൽ ഉണർത്തുന്ന ഒരു കളിയാണ് ഞാൻ നിങ്ങൾക്ക് അടുത്തതായി കാണിച്ചു തരാൻ പോകുന്നത്. കള്ളനെ പിടിക്കാൻ പോട്ടെ. ഇൻഫോർമേറ്റീവ് സെഷനിലേക്ക് കടക്കാം. ഉപ്പനെന്നും ചെമ്പോത്തെന്നും വിളിപ്പേരുള്ള നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പക്ഷിവർഗത്തെക്കുറിച്ചാണ് അടുത്തതായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. കേരളത്തിൽ സാധാരണ കാണാവുന്ന പക്ഷിയാണ് ചെമ്പോത്ത്, ക്രോഫെസന്റ് അഥവാ ഗ്രേറ്റർ കൗസൽ. ഉപ്പൻ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും അതിനോടടുത്ത പ്രദേശത്തും പ്രധാനമായും കണ്ടുവരുന്ന ഇവ കുയിലിനോട് ഏറെ സാദൃശ്യമുള്ള പക്ഷിയാണ്. ശബ്ദത്തിന്റെ പ്രത്യേകത കാരണം ഉപ്പനെന്നും മലബാറിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലുമായി അറിയപ്പെടുന്നു. ചെമ്പോത്തുകൾ ഒറ്റയ്ക്കാണ് ഇര തേടുക. പ്രത്യുപാദന കാലമാണെങ്കിൽ ഇണയും കൂടെ ഉണ്ടാകും. അധികം ഉയരത്തിൽ പറന്ന് ഇര തേടാൻ ചെമ്പോത്തുകൾ ശ്രമിക്കാറില്ല. ഭൂമിയിൽ നിന്ന് 1-2 അടി ഉയരത്തിൽ സമാന്തരമായി പറന്ന് ഇരയെ കണ്ടെത്താറാണ് പതിവ്. ഭൂമിയിൽ ഇറങ്ങി നടന്നും ചിലപ്പോൾ ഇര തേടുന്നു. തട്ടുതട്ടായി ശിഖരങ്ങളുള്ള വൃക്ഷങ്ങളിൽ കൊമ്പുവഴി കയറി ഉയർന്ന ഭാഗങ്ങളിൽ ഇര തേടുന്നതും കാണാം.
പച്ചക്കുതിരകൾ, പല്ലികൾ, പ്രാണികൾ, ഒച്ചുകൾ, മറ്റു ജീവികളുടെ മുട്ടകൾ എന്നിവയാണ് പ്രധാന ഭക്ഷണം. ചെറിയ ജീവികളെയും പക്ഷിക്കുഞ്ഞുങ്ങളെയും ഭക്ഷിക്കാറുണ്ട്. ജനുവരി മുതൽ ജൂൺ വരെയാണ് ചെമ്പോത്തുകളുടെ സാധാരണ പ്രത്യുത്പാദന കാലം. ഇക്കാലങ്ങളിൽ ഒരു കിളിക്ക് മറുപടി എന്ന വണ്ണം ചിലക്കൽ ശബ്ദങ്ങൾ കേൾക്കാം. ചുള്ളിക്കമ്പുകൾ തലങ്ങും വിലങ്ങും പെറുക്കി വെച്ച് അധികം ഉയരമില്ലാത്ത ചില്ലകളേറെയുള്ള മരങ്ങളിലാണ് സാധാരണ കൂടുകെട്ടുന്നത്. കൂട്ടിന്റെ മധ്യഭാഗം പഞ്ഞിയും മറ്റും ഉപയോഗിച്ച് മാർദ്ദവമുള്ളതായിരിക്കും. മങ്ങിയ വെളുപ്പു നിറത്തിലുള്ള 3-4 മുട്ടകളാണ് ഉണ്ടാവുക. കൂട് കെട്ടുന്നത് മുതൽ കുട്ടികൾ പറന്നു പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇണക്കിളികൾ ചേർന്നാകും ചെയ്യുക. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മ്യാൻമർ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ കണ്ടുവരുന്നു. തെക്കൻ ചൈനയിലും കുറഞ്ഞ എണ്ണം കാണാം. ചൈനയിലും ഇന്തോനേഷ്യയിലും വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 2000 മീറ്റർ ഉയരത്തിൽ വരെ ഇവരെ കാണാം. ചെരുവു പ്രദേശങ്ങളിലും സമതലങ്ങളിലും ഒരുപോലെ ചെമ്പോത്തുകൾ ഇഷ്ടപ്പെടുന്നു. കുറ്റിക്കാടുകളും ചെറുമരങ്ങളുമുള്ള പ്രദേശങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ പക്ഷിയെ ഇടതൂർന്ന കാട്ടിലോ വളരെ തെളിഞ്ഞ പ്രദേശത്തിലോ കാണാറില്ല. കാട്ടിലും നാട്ടിലും ഒരുപോലെ ചെമ്പോത്തുകൾ വിഹരിക്കുന്നു. ആവാസ വ്യവസ്ഥകൾ നഷ്ടപ്പെടുന്നത് കൊണ്ടുള്ള ഒരു ചെറിയ ഭീഷണി മാത്രമേ ഇന്ത്യയിൽ ഈ പക്ഷികൾക്കുള്ളൂ. മാത്രമല്ല, കൗതുകത്തിന്റെ പേരിലും ഈ പക്ഷികളെ ഇന്ത്യയിൽ വേട്ടയാടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച A to Z ചെറിയ വലിയ നുറുങ്ങു വിദ്യകളുമായി വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ ബി സേഫ് അറ്റ് ഹോം. ദിസ് ഈസ് ദേവിക അനിൽ സൈനിങ് ഓഫ്.